അയ്യോ വണക്കം. ഇലക്ഷൻ സമയത്ത് സംഖ്യകളുടെ അണ്ണാക്കിലടിച്ചു തന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഷാജൻ സ്കറിയ എന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിവൃത്തിയില്ല. LDF അതായത് പിണറായി സർക്കാർ ഭരിക്കുന്ന കാലത്ത് പിണറായി സർക്കാരിനെ പ്രതിരോധിക്കാൻ സംഘിപ്പട്ടം ഏറ്റെടുക്കുകയും എന്നാൽ ഇപ്പോൾ UDF വരുന്നു എന്ന് കണ്ടപ്പോൾ തൻ്റെ യഥാർത്ഥ സ്വത്വം മറനീക്കി പുറത്തു വിട്ടിരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് ഷാജൻ സ്കറിയ എന്ന് പറയുന്നത്. ഷാജൻ സ്കറിയ മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഈ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനൽ യഥാർത്ഥത്തിൽ RSSനെ അനുകൂലിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് വലിയൊരു ഉത്തരമുണ്ട്. അനുകൂലിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഷാജൻ സ്കറിയ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ ഒരു സംഖ്യയൊന്നുമല്ല. ഷാജൻ സ്കറിയ തുടങ്ങിയത് തന്നെ RSS വിമർശനത്തിലൂടെയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അണ്ണന് പണിയറിയാം, സത്യമായിട്ടും അണ്ണന് പണിയറിയാം. എങ്ങനെ ഒരു വാർത്ത മാർക്കറ്റ് ചെയ്ത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കണം എന്ന് അണ്ണന് കൃത്യമായിട്ടറിയാം. സോഷ്യൽ മീഡിയയിൽ സംഘപരിവാർ എന്ന് പറയുന്നത് വളരെയധികം സ്ട്രോങ് ആണ്. അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള സംഘപരിവാറിന് അനുകൂലമായിട്ട് വാർത്തകൾ സൃഷ്ടിച്ച് സംഘപരിവാറിൻ്റെ വലിയ വ്യൂവർഷിപ്പും വലിയ സബ്സ്ക്രിപ്ഷനും അണ്ണൻ നേടിയെടുത്തു എന്നുള്ളത് ആദ്യത്തെ കാര്യമാണ്. ആ സംഘപരിവാറിൻ്റെ വ്യൂവർഷിപ്പും സബ്സ്ക്രിപ്ഷനും നേടിയെടുക്കുന്നതിന് മുമ്പ് അണ്ണൻ വലിയ രീതിയിൽ സംഘപരിവാറിനെ വിമർശിച്ചാണ് വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അത് 5-6 വർഷത്തിന് മുമ്പുള്ള കഥയാണ്. അതായത് ഒരു 10 വർഷം മുമ്പേ ഈ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു ചാനലിനെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ സമയത്ത് മറുനാടൻ മലയാളിയിലെ വാർത്തയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയൊക്കെ അങ്ങേയറ്റം ഇവിടെയുള്ള സുഡാപ്പികൾ വിമർശിക്കുന്നതിനെക്കാട്ടിലും ഭംഗിയായിട്ട് നമ്മുടെ ഷാജൻ സ്കറിയാണ് വിമർശിക്കുമായിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ വെച്ച് അണ്ണന് മനസ്സിലായി ഇങ്ങനെ വിമർശിച്ച് കഴിഞ്ഞാൽ ഒരു ഗുമ്മില്ല. അതായത് അനുകൂലിക്കുമ്പം നല്ല വ്യൂസ് വരുന്നുണ്ട്, വിമർശിക്കുമ്പം അത്ര വ്യൂസ് പോരാ. അതുകൊണ്ട് അങ്ങ് അനുകൂലിച്ചിരിക്കുക. എന്തായാലും പിണറായി വിജയനല്ലേ ഭരിക്കുന്നത്, പിണറായിയും തെറി പറയാം, സംഘപരിവാറിനെയും അങ്ങെടുത്ത് തലയിൽ വയ്ക്കാം. അതോടുകൂടി ഷാജൻ സ്കറിയ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ കേരളത്തിൽ സംഖ്യകളുടെ അറിയപ്പെടുന്ന ഒരു താരമായി മാറുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഷാജൻ സ്കറിയയ്ക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സംഖ്യകൾ ഓടിയെത്തുമായിരുന്നു. ഓടിയെത്തി സംഖ്യകൾ ഷാജൻ സ്കറിയയെ വേണമെങ്കിൽ എടുത്ത് തോളത്ത് വയ്ക്കുന്ന ഒരു കാഴ്ച വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് ഷാജൻ സ്കറിയ യഥാർത്ഥ തനി നിറം കാണിച്ചു. കോൺഗ്രസിനെ അനുകൂലിക്കുന്ന ധാരാളം വാർത്തകൾ ഷാജൻ സ്കറിയ ചെയ്യുന്നുണ്ട്. പക്ഷേ ഷാജൻ സ്കറിയ പറയും ഞാൻ കോൺഗ്രസിനെ ഒന്നും അനുകൂലിക്കുന്നില്ല, ഇതൊക്കെ നവസംഖ്യകൾ പറഞ്ഞുണ്ടാക്കുന്നതാണ് എന്നാണ് ഷാജൻ സ്കറിയ പറയുന്നത്. പുതിയ വാക്കാണ് കേട്ടോ, നവസംഖ്യ. ഷാജൻ സ്കറിയെ വിമർശിക്കുന്ന ആൾക്കാരൊക്കെ നവസംഖ്യകളാണ്. അതായത് ഇന്നലെ പെറ്റിട്ടതേ ഉള്ളൂ. അങ്ങനെയുള്ള സംഘപരിവാറിൻ്റെ ആൾക്കാരാണ് ഷാജൻ സ്കറിയെ വിമർശിക്കുന്നത്. മിസ്റ്റർ ഷാജൻ സ്കറിയോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നവസംഖ്യ എന്നൊരു സംഖ്യ ഇവിടെ ഇല്ല. സംഘപരിവാർ എന്ന് പറയുന്നൊരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിൽ വർഷങ്ങളായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരാണ് സംഘപരിവാറിനെ സോഷ്യൽ മീഡിയയിൽ അനുകൂലിക്കുന്നതും സംഘപരിവാറിൻ്റെ നെറേറ്റീവുകൾ മുന്നിലേക്ക് വയ്ക്കുന്നതും. സ്വാഭാവികമായിട്ടും കേരളം പോലൊരു രാഷ്ട്രീയ ഭൂമികയിൽ സംഘപരിവാറിനെ അനുകൂലിച്ച് ആരെങ്കിലും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവന് ട്രോളിൻ്റെ പൂരമായിരിക്കും എന്ന് എല്ലാവർക്കും കൃത്യമായിട്ടറിയാം. ഞാൻ ഒറിജിനൽ സംഖ്യകളുടെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതായത് നിലപാട് മാറ്റാത്ത സംഖ്യകളുണ്ടല്ലോ, പറഞ്ഞതിൽ നിൽക്കും, അല്ലാതെ ആ നിലപാട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റില്ല. അങ്ങനെ ഒരു സംഖ്യയാവാനായിട്ട് ഒരാൾ മുന്നിലേക്ക് വരികയാണെങ്കിൽ 100 വട്ടം ചിന്തിക്കും. അവനൊരു ഫേക്ക് സംഖ്യയാണെങ്കിൽ അവനൊരിക്കലും വരില്ല. അതുകൊണ്ട് നവസംഖ്യകളില്ല. പണ്ട് മുതലേ സംഘപരിവാറിൽ പ്രവർത്തിച്ച് അല്ലെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയമുള്ള അല്ലെങ്കിൽ സംഘപരിവാർ കുടുംബ പശ്ചാത്തലമുള്ള ആൾക്കാരാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ സംഘപരിവാറായിട്ട് തന്നെ നിൽക്കുന്നത്. അവരൊരിക്കലും എന്ത് ചെയ്യില്ല, അവരുടെ രാഷ്ട്രീയം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ സന്ദീപ് വാര്യരെ പോലുള്ള ചില വേട്ടാവളയന്മാരുണ്ട്. ആദ്യം പുള്ളി SFI ആയിരുന്നു, അത് കഴിഞ്ഞ് BJPയിലോട്ട് വന്ന്, അത് കഴിഞ്ഞ് ലോട്ടസ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ക്ലബ്ബ് രൂപീകരിച്ച്. പുള്ളിയുടെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അധികാരമാണ്, രാഷ്ട്രീയമാണ്, അങ്ങനെയുള്ള പല കാര്യം. അതായത് ആശയമല്ല, ആമാശയമാണ് പുള്ളിയുടെ സംഭവം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഷാജൻ സ്കറിയ മുന്നിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നവസംഖ്യകൾ എന്നൊരു ടേം ഇല്ല. ഇനി ഈ ഷാജൻ സ്കറിയ എന്ന് പറയുന്ന വ്യക്തിയെ വിമർശിക്കുന്ന ആൾക്കാരൊക്കെ നവസംഖ്യകളാണ് എന്ന് പറഞ്ഞ് ഷാജൻ സ്കറിയ രംഗത്തെത്താറുണ്ട്. അങ്ങനെ നവസംഖ്യകളെ വിമർശിച്ചിനി തുടങ്ങാം. ഹിന്ദുത്വവാദികൾ, ഹിന്ദുത്വ താലിബാനികൾ എന്നൊക്കെയുള്ള വിളി നൈസായിട്ട് ഷാജൻ സ്കറിയ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഹിന്ദുത്വവാദികൾ, ഹിന്ദുത്വ താലിബാനികൾ എന്നൊക്കെ ഷാജൻ സ്കറിയെ വിളിച്ച് അവസാനം അണ്ണാക്കി അടിച്ച് ഷാജൻ സ്കറിയയ്ക്ക് കിട്ടി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ സാധാരണ ഈ CPMനെ ചൊറിയുമ്പോൾ ഉണ്ടല്ലോ, സംഘപരിവാറിൻ്റെ വലിയൊരു വ്യൂവർഷിപ്പ്, ആ ഒരു ബേസ് ഷാജൻ സ്കറിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിച്ചിരുന്നു. പക്ഷേ സംഘികളെ ചൊറിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ സംഘികളെല്ലാം കൂടെ കൊണ്ടങ്ങിളവി. പ്രത്യേകിച്ച് നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ആ ഒരു നിലപാടിൽ. നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറഞ്ഞ ഭജൻസിനെ ഷാജൻ സ്കറിയ അനുകൂലിച്ച് രംഗത്തെത്തിയ ആ സമയത്ത് സംഖ്യകളെല്ലാം കൊണ്ടുതില്ല. അവസാനം ഷാജൻ സ്കറിയ പോസ്റ്റിട്ട് ഞാൻ നോക്കിയപ്പോൾ രാത്രി 3 മണിക്കൊക്കെ ഇങ്ങനെ എഴുതിച്ച് പോസ്റ്റ് ഇടുന്നു. 3 മണി കണ്ണിങ്ങടി മൂത്രം ഒഴുകി എണീച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫേസ്ബുക്ക് എടുത്ത് നോക്കിയപ്പോൾ 3 മണിക്ക് ഷാജൻ സ്കറിയയുടെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നിലവിളിയാണ്, അല്ലാതെ വേറൊന്നും അതിനകത്തില്ല. അങ്ങനെയാണ് ഷാജൻ സ്കറിയ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഷാജൻ സ്കറിയ ഞാൻ ഒരു കോൺഗ്രസ്സുകാരനല്ല, കോൺഗ്രസ്സിനെ അനുകൂലിക്കുമ്പോൾ സംഖ്യകൾ എന്നെ പറയും കോൺഗ്രസ്സുകാരനാണെന്ന്, സംഖ്യകളെ അനുകൂലിക്കുമ്പോൾ
അനുകൂലിക്കുമ്പോൾ കോൺഗ്രസ്സുകാർ എന്നെ പറയും ഞാൻ സംഖ്യയാണെന്ന്, CPM അനുകൂലിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഞാൻ കമ്മിയാണെന്ന് പറയും. ഇതൊരു ബേസിക്കായിട്ടൊരു പൊളിറ്റിക്കൽ തന്ത്രമാണ്, വ്യൂവർഷിപ്പ് കിട്ടാനുള്ളൊരു തന്ത്രമാണ്. യഥാർത്ഥത്തിൽ ഷാജൻ സ്കറിയ ഒരു കോൺഗ്രസ്സുകാരനല്ലെങ്കിൽ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു ടേക്കാണ്, ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നവൻ്റെ മലവും മൂത്രവും ഷാജൻ സ്കറിയ ഭക്ഷിച്ച് ജീവിക്കില്ലായിരുന്നു. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തിക്കെതിരെ ദേശാഭിമാനി ഒരു വാർത്ത വിട്ടു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരില്ലാതെ. ഷാജൻ സ്കറിയ തൻ്റെ ചാനലിലൂടെ വന്ന് അത് തുടക്കം മുതൽ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഷാജൻ സ്കറിയ പൊട്ടിത്തെറിച്ചുകൊണ്ട് വന്നു, ദേശാഭിമാനി ഇതാ കോൺഗ്രസിൻ്റെ ചുണക്കുട്ടികളെ ആക്ഷേപിക്കുകയാണ്, ഇവനൊക്കെ ലിംഗം കൊണ്ടാണോ ചിന്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി തേർഡ് റൈറ്റ് ചീപ്പ് ഷോ ഒക്കെ ആയിട്ട് വന്നു. എന്നിട്ട് ഷാജൻ സ്കറിയ അതിനകത്തൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാക്കിന് വിലയില്ലാത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എന്തായാലും ഷാജൻ സ്കറിയ അതിനകത്ത് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ആദ്യം തള്ളിപ്പറയുന്ന ഞാനായിരിക്കും. പിന്നെ രാഹുൽ മാങ്കൂട്ടം ചെയ്തു എന്ന് വന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വന്നു, യുവതികൾ രംഗത്ത് വന്നു. അപ്പോഴെല്ലാം ഷാജൻ സ്കറിയ തച്ചിനിരുന്നിങ്ങനെ ന്യായീകരിക്കുകയാണ്. അതും പോട്ടെ, ഞാനൊരു കോൺഗ്രസ്സുകാരനല്ല എന്ന് പറയുന്ന ഷാജൻ സ്കറിയ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കിട്ടുന്ന ലൈക്ക് പോലും എടുത്ത് രാഹുൽ മാങ്കൂട്ടം ഇതാ തിരിച്ചു വരുന്നു. അല്ലേ, രാഹുൽ മാങ്കൂട്ടത്തിന് എങ്ങനെയെങ്കിലും കൊണ്ടുവരണം. കാരണം കോൺഗ്രസിൻ്റെ അസറ്റാണ് രാഹുൽ മാങ്കൂട്ടം. നല്ല വായ്ത്താളോടി കയറിയ അതുകൊണ്ട് നല്ലപോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങ് വിടുന്നത് കോൺഗ്രസ്സിന് ഉചിതമായിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് നമ്മുടെ പൊതുസമൂഹത്തിൽ ഒരു നറേറ്റീവ് സൃഷ്ടിക്കണം. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം നടക്കുന്ന വാർത്ത, ഇരിക്കുന്ന വാർത്ത, കിടക്കുന്ന വാർത്ത, അപ്പിയിടുന്ന വാർത്ത വരെ ഷാജൻ സ്കറിയ എടുത്ത് പൊലിപ്പിച്ച് രാഹുൽ തിരിച്ചു വരുന്നു, വന്നുകൊണ്ടിരിക്കുന്നു, ദാ എത്തിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്ത അടിക്കലാണ് ഷാജൻ സ്കറിയയുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത്. കോൺഗ്രസ്സുകാർ ഇവിടെ വലിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പ് യുദ്ധവും, ഞാൻ മുഖ്യമന്ത്രി നീ മുഖ്യമന്ത്രി, 4-ാം തീയതി ജയിച്ചില്ലെങ്കിലും ഞാൻ മുഖ്യമന്ത്രിയാവും എന്ന് രമേശ് ചെന്നിത്തലയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഷാജൻ സ്കറിയ അതിൻ്റെ ഇടയിൽ കൂടെ രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരുന്നുണ്ട് കേട്ടോ എന്നുള്ള വാർത്തയൊക്കെ ഇങ്ങനെ അടിക്കലാണ് ഷാജൻ സ്കറിയയുടെ പണി എന്ന് പറയുന്നത്. പിന്നെ സംഖ്യകൾ ഇത് ശ്രദ്ധിച്ച് തുടങ്ങുമ്പോൾ 10 കോൺഗ്രസ് അനുകൂല വാർത്ത കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഈ നശൂലങ്ങൾ ജയിക്കരുത് എൻ്റെ ഈശ്വര എന്നൊരു തമ്പിട്ട് ഒരു വാർത്ത ഷാജൻ സ്കറിയ കൊടുക്കും. ഇതാണ് ഷാജൻ സ്കറിയയുടെ പരിപാടി, അല്ലെങ്കിൽ ഷാജൻ സ്കറിയയുടെ പണി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഷാജൻ സ്കറിയ കോൺഗ്രസ്സുകാരനല്ല എന്ന് പറഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഞാനത് വിശ്വസിക്കാനായിട്ട് തയ്യാറല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇടയ്ക്ക് ഷാജൻ സ്കറിയ പറഞ്ഞിരുന്നു ഞാൻ CPM കാരനായിരുന്നു എന്ന്. എന്തായാലും മറുനാടൻ മലയാളിയിലൂടെ RSSനെ വിമർശിച്ചു തുടങ്ങിയ ഷാജൻ സ്കറിയ ഇവിടെ വിമർശിക്കുന്നതിനൊരു സ്കോപ്പില്ല, അനുകൂലിച്ചാൽ നല്ല വ്യൂസ് കിട്ടുമെന്ന് പറഞ്ഞ് അനുകൂലിച്ച് തുടങ്ങി. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ടേമും പിണറായി വന്നപ്പം അടുത്ത 5 കൊല്ലം കൂടെ അനുകൂലിച്ചേക്കുക എന്ന് പറഞ്ഞ് അടുത്ത 5 കൊല്ലം കൂടെ അനുകൂലിച്ച് വീണ്ടും നടന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഷാജൻ സ്കറിയ UDF വരും എന്നറിഞ്ഞപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യമാണ്, കേരളത്തിൻ്റെ മഹാഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറഞ്ഞൊരു ഭജൻസ് ഉണ്ട്. അവർ ഏതോ ഒരു അമ്പലത്തിൽ കയറി എന്തോ ഒരു ക്രിസ്ത്യൻ പാട്ടെന്തോ പാടി എന്ന് പറഞ്ഞ് ഇടയ്ക്കൊരു വിവാദം വന്നിരുന്നു. പല ആൾക്കാരും എൻ്റെ ടേക്ക് എന്താണ് അതിൽ എന്ന് ചോദിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഈ നന്ദഗോവിന്ദം ഭജൻസിനെ ഞാൻ ശ്രദ്ധിക്കാറ് പോലുമില്ല. ഭജന എന്ന് പറയുന്നൊരു സാധനം ഞാൻ കേൾക്കും. ഞാൻ നോർത്ത് ഇന്ത്യൻ ഭജൻസാണ് ഞാൻ കേൾക്കുന്നത് കൂടുതലായിട്ട്. ഈ ഹരി മണ തുണി ഗോവിന്ദ മണ തുണി ഗോപാൽ രമണ തുണി നാരായണ, അങ്ങനെയൊക്കെയുള്ള ഭജൻസ് ഉണ്ടല്ലോ. ഇത് സിനിമാ പാട്ടാണ്. അങ്ങനെ ആ ഒരു സംഭവം ഞാൻ കേൾക്കാറില്ല. പോരാത്ത ഈ നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറയുന്ന ടീമിനെ കൃത്യമായിട്ട് ചെത്തിമിനുക്കി നന്ദിലത്ത് ഗ്രൂപ്പ് സ്പോൺസർ ചെയ്താണ് അവനെ ഇറക്കിയിരിക്കുന്നത്. കാശാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതിനൊരു ഭജന എന്നൊരു പേരിട്ട് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വന്നിരിക്കുന്ന നന്ദഗോവിന്ദം ഭജൻസ് പൈസ ഉണ്ടാക്കാനാണ് ഭജന ചെയ്യുന്നത്. തെറ്റൊന്നുമില്ല, ഒരു തെറ്റുമില്ല അതിൽ. ആ നന്ദഗോവിന്ദം ഭജൻസ് അമ്പലത്തിനകത്ത് കയറി ക്രിസ്ത്യൻ പാട്ട് പാടി അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഭജന ചൊല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിനകത്ത് കയറി അങ്ങനെ പാടണ്ട എന്ന് പറഞ്ഞാൽ പാടണ്ട, അത്ര മാത്രമേ ഉള്ളൂ. പുറത്താണ് പാടിയതെങ്കിൽ ഒരു പ്രശ്നമില്ല, അവർ പാടിക്കോട്ടെ. ഇനി ഭജനയോ പാട്ടോ ക്യാബറയോ എന്തോ നടത്തിക്കോട്ടെ, അതിലൊന്നും യാതൊരുവിധ പ്രശ്നവുമില്ല എന്നുള്ളതാണ്. ഇനി ക്രിസ്ത്യൻ പാട്ട് അമ്പലത്തിൻ്റെ പരിസരത്തൊക്കെ പാടുന്നുണ്ട്, അതിൻ്റെ പേര് ഗാനമേള എന്നാണ്, അല്ലാതെ ഭജന എന്നല്ല. ഭജന എന്ന് പറഞ്ഞാൽ ദേവന് നമ്മൾ മനസ്സുകൊണ്ട് അർപ്പിക്കുന്ന ഒരു ഗാന അർച്ചനയാണ്. അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനെ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് മറ്റേ വേറൊരു വേട്ടാവളി ഉണ്ടല്ലോ, ഞെരളത്ത് ഗോവിന്ദൻ, അങ്ങനെ ഏതൊരു വേട്ടാവളിയും ഇങ്ങനെ ഈ സോപാന സംഗീതം ക്ഷേത്രകല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. ലവൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഗുരുവായൂരപ്പം വന്ന് നിന്നാൽ ജയിക്കൂല, എവിടെ ഗുരുവായൂർ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം പോയി മുസ്ലിം ലീഗിൽ ചേർന്നു. മുസ്ലിം ലീഗിൽ ചേർന്നപ്പോൾ 10ഓളം ക്ഷേത്രങ്ങൾ അവനെ വിളിച്ചിരുന്നു. അവരെല്ലാം കൂടെ എന്ത് ചെയ്തു,
ഹ്യൂജായിട്ട് അവൻ്റെ പരിപാടി അങ്ങ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ ആരും എന്നെ വിളിക്കുന്നില്ല, സമൂഹമാകെ മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞ് കരച്ചിലും നിലവിളിയൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടി നടക്കുകയാണ് നമ്മുടെ ഞരളത്ത് ഗോവിന്ദനായ അതൊരു വേട്ടാവളിയെ അങ്ങനെ ഓടി നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഗതി ഷാജൻ സ്കറിയയ്ക്ക് വരാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. അതായത് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിൽ ആ ഐഡൻറ്റിറ്റിയിൽ മാത്രം നിൽക്കുക, ആ ഐഡൻറ്റിറ്റി മാത്രം എടുക്കുക. ഒരു വാർത്ത കൊടുക്കുന്നു, നിങ്ങളൊരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നു. സപ്പോർട്ടെന്ന് പറഞ്ഞാൽ അത് ക്രെഡിബിൾ ആയിരുന്നാൽ മതി. അതായത് നിങ്ങൾ പറയുന്ന വാർത്ത, ഇപ്പം ഞാനൊരു വാർത്ത ചെയ്യുമ്പോൾ ഞാൻ നോക്കുന്നത് ഈ വാർത്ത RSSനെ സപ്പോർട്ട് ചെയ്യുന്നു, കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നു, BJPയെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല. ആ വാർത്ത സത്യമാണോ എന്നുള്ളതാണ്. സത്യമാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഒരു വാർത്ത എടുത്തു, അതിന് തമ്പൂട്ട് അപ്പ് ചെയ്തിട്ട് അടുത്ത നിമിഷം ആ വാർത്തയെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ആ വാർത്ത തെറ്റായിരുന്നു, ആ വാർത്ത അങ്ങനെയല്ല, ഈ വാർത്ത ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറൊരു വാർത്ത എടുക്കുന്ന തെണ്ടിത്തരമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഷാജൻ സ്കറിയ ഇപ്പോൾ മുസ്ലിം ലീഗിനെ പുകഴ്ത്തി രംഗത്തെത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു VD സതീഷ് അധികാരത്തിൽ വരുമ്പോൾ ഷാജൻ സ്കറിയയെ പിടിച്ച് എന്തെങ്കിലും പൊസിഷനിൽ നിർത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രധാനമായിട്ടും മാധ്യമ ഉപദേഷ്ടാവ് വല്ലതും ആക്കാമെന്ന് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും ഷാജൻ സ്കറിയയുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വന്ന് ഇത്തരത്തിലായിരുന്നു. ഷാജൻ സ്കറിയ പറയുന്നത്, കേരളത്തിലെ മുസ്ലിമുകളെ തീവ്രമത രാഷ്ട്രീയത്തിലേക്ക് വിടാതെ സംരക്ഷിച്ചു എന്നതാണ് ലീഗിൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്നാണ് ഷാജൻ സ്കറിയ പറയുന്നത്. അതായത് ലീഗ് ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിലെ മുസ്ലിംസ് എല്ലാം തീവ്ര മത രാഷ്ട്രീയത്തിലേക്ക് പോയേനെ, പച്ചയ്ക്ക് പറഞ്ഞാൽ തീവ്രവാദികളായേനെ എന്നുള്ളതാണ് ഷാജൻ സ്കറിയ ഉദ്ദേശിക്കുന്നത്. ആ സെൻറ്റൻസ് തന്നെ തെറ്റാണ്. മുസ്ലിം സമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്നതാണ് ആ സെൻറ്റൻസ് എന്ന് പറയുന്നത്. അതായത് ലീഗ് ഇല്ലായിരുന്നെങ്കിൽ ഇവർ മുഴുവൻ തീവ്ര മതവാദികളായി മാറിയേനെ എന്നാണ് ഷാജൻ സ്കറിയ പറയുന്നത്. ലീഗ് തളർന്നാൽ വളരുന്നത് SDPI പോലെയുള്ള പ്രസ്ഥാനങ്ങളാണ്. അതാഗ്രഹിക്കുന്നവരാണ് ലീഗ് വിരുദ്ധർ. ഞാൻ മലയാളി സ്വത്വത്തിൽ അഭിമാനിക്കുന്നത് കൊണ്ട് ലീഗ് മതേതര കേരളത്തിൻ്റെ ഭാഗ്യമായി ഞാൻ കാണുന്നു എന്നാണ് ഷാജൻ സ്കറിയ തട്ടിവിട്ടിരിക്കുന്നത്. അതിൻ്റെ താഴെ വന്ന കമൻ്റൊക്കെ എന്ന് പറഞ്ഞാൽ ബഹുരസമാണ്. അതിൻ്റെ താഴെ വന്ന കമൻറ്റ്, RSS തകർന്നാൽ ഹിന്ദുക്കൾ തീവ്രമത രാഷ്ട്രീയത്തിലേക്ക് പോകുമോ, കാസ തകർന്നാൽ ക്രിസ്ത്യാനികൾ പോകുമോ, മുസ്ലിം ലീഗ് തകർന്നാൽ മുസ്ലിങ്ങൾ തീവ്രവാദത്തിലേക്ക് പോകുമെങ്കിൽ എവിടെയോ എന്തോ കുഴപ്പം ആ കമ്മ്യൂണിറ്റിക്കില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഡിവിസീവായിട്ടുള്ള കമൻറ്റുകളാണ് അതിൻ്റെ താഴെ വന്നിരിക്കുന്നത്. അതെന്താ, ലീഗ് പിടിച്ചു വെച്ചില്ല എന്നെങ്കിൽ ഇവിടുത്തെ മുസ്ലിങ്ങളൊക്കെ ജിഹാദികളാകുമായിരുന്നു എന്നാണോ? ഇത് മുസ്ലിം സമൂഹത്തെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? നിൻ്റെയൊക്കെ കക്ഷത്താണോ ഇവിടുത്തെ ചിന്തിക്കുന്ന മുസ്ലിങ്ങളുടെ തലച്ചോർ എന്ന് പറഞ്ഞ് ഷാജൻ സ്കറിയെ അങ്ങേയറ്റം എതിർത്തുകൊണ്ടുള്ള കമൻറ്റൊക്കെ അതിൻ്റെ താഴെ വന്നിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി മുസ്ലിം ലീഗിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, മുസ്ലിം ലീഗ് എന്തോ സുനാപ്പിയാണെന്നാണ് പറഞ്ഞാൽ മതേതര കേരളത്തിൻ്റെ ഭാഗ്യമല്ലേ. ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇത് എങ്ങനെയാണ് വന്നത് എന്ന് നമ്മൾ ആദ്യം പഠിക്കണം. ഈ മുസ്ലിം ലീഗ് എങ്ങനെയാണ് ഉണ്ടായത്? ഇപ്പോൾ ഇവിടെ കേരളത്തിൽ കിടക്കുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ കിടക്കുന്ന ലീഗിൻ്റെ അവശിഷ്ടമാണ് എന്നുള്ളതിൽ ആർക്കും തർക്കമൊന്നുമില്ലല്ലോ. ചില ആൾക്കാർക്ക് അറിഞ്ഞൂടെ ആയിരിക്കും, എന്നാൽ അത് പഠിക്കണം. അതായത് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി എങ്ങനെയാണ് ഉണ്ടായത്? അതിന് നമ്മൾ ബ്രിട്ടീഷ് കാലത്തേക്ക് ഒരു എത്തിനോട്ടം നടത്തണം. ബ്രിട്ടീഷ് കാലത്ത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയാണ് ഉണ്ടായിരുന്നത്. ഈ പാർട്ടി രണ്ടായിട്ട് വിഭജിച്ചു. ഇതിൻ്റെ ഭൂരിഭാഗവും നേരെ പാകിസ്ഥാനിലോട്ട് പോയി. അതിൻ്റെ അവശിഷ്ടമാണ് ഇപ്പോൾ ഇവിടെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ് കിടന്ന് പൊളയ്ക്കുന്ന ഈ പാർട്ടി എന്ന് പറയുന്നത്. അതായത് കേരളത്തിലെ മുസ്ലിം ലീഗും പാകിസ്ഥാൻ്റെ മുസ്ലിം ലീഗും ബ്രിട്ടീഷുകാരൻ്റെ കാലം തൊട്ട് ഒന്നായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ മുസ്ലിം ലീഗിനെ EMS നമ്പൂതിരിപ്പാട് എന്ത് ചെയ്തു? അവരുടെ സഖ്യകക്ഷിയായി ചേർത്തു. EMSൻ്റെ ഭരണകാലത്ത് തുടക്കത്തിൽ സഖ്യകക്ഷിയായി ചേർത്തു. അന്നാണ് കേരളത്തിൽ മലപ്പുറം എന്ന് പറയുന്ന ജില്ല ഉണ്ടാകുന്നത്. അതായത് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതലുള്ള പ്രദേശങ്ങളെല്ലാം സെറ്റ് ചെയ്തെടുത്ത് മലപ്പുറത്തെ ചെത്തിമിനുക്കി അന്നാണ് ഉണ്ടാക്കിയത് എന്ന വലിയൊരു ആരോപണം, നോട്ട് ദ പോയിൻറ്റ്, ആരോപണം എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനൊരു ആരോപണം ഇപ്പോഴും ഉണ്ട്. ഒരുപക്ഷേ ഒന്ന് ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇത് കേൾക്കുന്ന സുഡാപ്പികൾക്ക് ഈ കുരു പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഡീലിമിറ്റേഷൻ കൊണ്ടുവരുന്നുണ്ടല്ലോ, മണ്ഡല പുനർനിർണ്ണയം. ഇത് വന്നു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിൽ സീറ്റ് കൂടും, ഇവിടെ സീറ്റ് കുറയും, ഇവിടെ മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് നീയൊക്കെ കിടന്ന് വായ്ത്താളം അടിക്കുന്നുണ്ടല്ലോ. അതുപോലെ ഈ മുസ്ലിം ലീഗിന് എപ്പോഴും ജയിക്കാനായിട്ട് കുറേ മുസ്ലിങ്ങളുള്ളൊരു പ്രദേശം ഒരു ജില്ലയായിട്ട് പ്രഖ്യാപിച്ച് യവന്മാർ അതിനകത്ത് നുഴഞ്ഞു കയറി. ഇപ്പം കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇതാണ് അവിടെ നടന്നത് എന്നാണ് ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത്. ഇനി തീർന്നില്ല, മാറാട് കലാപം എന്ന് കേട്ടിട്ടുണ്ടോ? ഈ മാറാട് കലാപം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ കൂട്ടക്കുരുതി ചെയ്ത മാറാട് കലാപമാണ്. ആ മാറാട് കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തോമസ്
പി ജോസഫ് കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷനെ നിയോഗിച്ചു. ആ കമ്മീഷൻ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു. ഈ റിപ്പോർട്ടിനകത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രാദേശിക പ്രതിനിധികൾ ഈ കലാപത്തെ ഇഗ്നൈറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അന്ന് കൃത്യമായിട്ടുള്ള അന്വേഷണമൊന്നും നടന്നില്ല. അന്ന് അമിത്ഷായും നരേന്ദ്രമോദിയൊന്നും ഇല്ലായിരുന്നല്ലോ. ഇന്നാണെങ്കിൽ ആസനം വഴി കുന്തം കയറാൻ ഇന്ന് ഒരു അറ്റൻഷൻ അടിച്ച് നിൽക്കും മുസ്ലിം ലീഗ്. അതാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ നരേന്ദ്രമോദിയൊക്കെ അവിടെ അജയ്യനായിട്ട് ഭരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ മതേതരത്വത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ അങ്ങ് ആറാടിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗ്. മോദിയൊക്കെ വരുന്നതിന് മുമ്പേ അബ്ദുറപ്പ് പരസ്യമായിട്ട് സ്റ്റേജിൽ കയറി പറഞ്ഞ് ഞാൻ നിലവിളക്ക് കൊളുത്തൂല, എനിക്കതിൻ്റെ ആവശ്യമില്ല, യവനാണ് മതേതരത്വത്തിൻ്റെ മറ്റേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല. പിന്നെ ഈ മുസ്ലിം ലീഗ് അവരുടെ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ അടക്കമുള്ള സ്കൂളുകളിൽ ഈ ബ്ലാക്ക് ബോർഡ് അത് പച്ച പെയിൻ്റ് അടിച്ച വിവാദം, അങ്ങനെ എത്ര വിവാദങ്ങളാണ് ഈ മുസ്ലിം ലീഗിൻ്റെ പേരിൽ വന്നിരിക്കുന്നത്. അതും മതത്തിൻ്റെ പേരിൽ തന്നെ എത്ര വിവാദങ്ങളാണ്. അതായത് സ്വന്തം പാർട്ടിയുടെ പേരിൽ മതം കൊണ്ട് നടക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. കെ എം ഷാജിയുടെ മൈൻഡ് സെറ്റ് തന്നെയാണ് മുസ്ലിം ലീഗിലുള്ള ഓരോ നേതാക്കന്മാർക്കുമുള്ളത്. അതായത് മതമാണ് പ്രശ്നമെന്നുള്ളത്. ഒരു കാര്യം ആലോചിച്ച് നോക്കും, നാളെ ഇവിടെ ഒരു പാർട്ടി രൂപീകരിക്കുകയാണ്, ഞാൻ തന്നെ ഒരു പാർട്ടി രൂപീകരിക്കുകയാണ്, ഹിന്ദു പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി രൂപീകരിച്ച് കഴിഞ്ഞാൽ യവന്മാരെല്ലാം കൂടെ മുണ്ടൂരി തലയിൽ കെട്ടിയിട്ട് പറയും ഇത് ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ള പാർട്ടിയാണോ എന്താണ്. പക്ഷേ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ചപ്പോൾ ന്യൂനപക്ഷ പ്രാതിനിധ്യം നമ്മുടെ പാർലമെൻറ്റിലും നമ്മുടെ നിയമസഭയിലും കുറയാതിരിക്കാൻ ന്യൂനപക്ഷങ്ങൾ ചേർന്ന് രൂപീകരിക്കുന്ന മതേതര പാർട്ടി എന്നാണ് ഇവന്മാർ ആ പാർട്ടിയെ വിശേഷിപ്പിക്കുന്നത്. അതാണ് ഷാജൻ സ്കറിയ പറയുന്നത്. മുസ്ലിം ലീഗ് ഭാഗ്യമാണ്, തേങ്ങയാണ്. മുസ്ലിം ലീഗ് ഇവിടെ ഭയങ്കരമായിട്ട് അങ്ങ് മതേതരത്വം പരത്തും കിളയ്ക്കും എന്ന് മാത്രമേ എനിക്ക് ഷാജൻ സ്കറിയെക്കുറിച്ച് പറയാനുള്ളൂ. എന്തു തന്നെയായിരുന്നാലും ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെ അങ്ങ് വെളുപ്പിച്ച് അങ്ങ് മണ്ടയിലോട്ട് ഷാജൻ സ്കറിയ കയറുമ്പോൾ 6-7 വർഷം മുമ്പ് ഷാജൻ സ്കറിയ ചെയ്തൊരു വീഡിയോ ഉണ്ട്. അത് സംഖ്യകളെടുത്തൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അന്ന് ഷാജൻ സ്കറിയ ചെയ്ത വീഡിയോ ഇങ്ങനെയായിരുന്നു. 7 വർഷം മുമ്പ് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിൽ സംഖ്യ വേഷമെടുത്ത് കെട്ടുന്നതിന് മുമ്പേ സംഖ്യകളെ നല്ലപോലെ സുഖിപ്പിച്ച വ്യൂവർഷിപ്പ് വരും എന്നറിയുന്നതിന് മുമ്പേ ഷാജൻ സ്കറിയ ചെയ്തൊരു വീഡിയോ, ലീഗിനെ ചൊറിയും മുമ്പ് മിസ്റ്റർ യോഗി അല്പം ചരിത്രമറിയുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഷാജൻ സ്കറിയ വീഡിയോ ചെയ്തിരുന്നത്. പോരാത്തതിന് മുസ്ലിം ലീഗിൻ്റെ കരുത്ത്, മുസ്ലിം ലീഗിൻ്റെ സുനാപ്പി, മുസ്ലിം ലീഗിൻ്റെ മലം മൂത്രം കഫം എല്ലാം എടുത്ത് പരിശോധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഷാജൻ സ്കറിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഷാജൻ സ്കറിയയുടെ ഇപ്പോൾ ഇട്ടിരിക്കുന്ന പോസ്റ്റിൽ സംഘികൾ അതിൻ്റെ അടിയിൽ ചെന്നിട്ട് അന്താളിച്ച് നിൽക്കുകയാണ്. ഷാജൻ സ്കറിയ പുള്ളി നമ്മളെ സപ്പോർട്ട് എന്ന് പറഞ്ഞ് അതുകൊണ്ട് അന്താളിക്കരുത്, അത്രമാത്രമേ എനിക്ക് പറയാം. അന്താളിക്കരുത്. കാരണം പുള്ളി ഇതാണ്. അതായത് പുള്ളി എന്താണ്, പുള്ളി നേരത്തെയും ഇതായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഈ സംഖ്യകൾക്കൊരു കുഴപ്പമുണ്ട്, ആരെങ്കിലും ഒന്ന് സൂചിപ്പിച്ച് കഴിഞ്ഞാൽ എടുത്തവനെ തോളിലോട്ട് അങ്ങ് വയ്ക്കും. അങ്ങനെ എടുത്ത് തോളിലോട്ട് വെച്ചൊരു വ്യക്തിയാണ് ഷാജൻ സ്കറിയ എന്ന് പറയുന്നത്. അങ്ങനെ എടുത്ത് തോളിലോട്ട് വെച്ചത് ഷാജൻ സ്കറിയയുടെയും കുറ്റമല്ല, ജനങ്ങളുടെയും കുറ്റമല്ല, നിങ്ങളുടെ മാത്രം കുറ്റമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്ത് തന്നെയായിരുന്നാലും ഷാജൻ സ്കറിയ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ ഇപ്പോൾ UDF വരുന്നതും കാത്തിങ്ങനെ ഇരിക്കുകയാണ്. വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അണ്ണനെ ചിലപ്പോൾ VD സതീശൻ്റെ മാധ്യമ ഉപദേഷ്ടാവായിട്ടൊക്കെ ചിലപ്പോൾ എടുത്തു കളയുമെന്നാണ് എനിക്ക് ബേസിക്കലി തോന്നുന്നത്. അപ്പം ശരി.